ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എന്താ വന്നതെന്ന് വെച്ചാൽ ഈ JCBന്റെ വർക്കിംഗ് വീഡിയോ, അതായത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിൽ മെയിനായിട്ട് യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഈ ഫ്രണ്ടത്തെ ബക്കറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നെറ്റും ഈ ത്രെഡ് സിസ്റ്റം ഇല്ല, അതായത് നമ്മുടെ കാറിൻ്റെ ജാക്കിയൊക്കെ നമ്മൾ കറക്കുമ്പോൾ പൊന്തുമല്ലോ, അതാണ് സംഭവം. അപ്പം ഈ നെറ്റ് കറങ്ങുമ്പം ഈ ഫ്രണ്ടത്തെ ത്രെഡ് മുന്നോട്ടേക്ക് വരും, അതാണ് സംഭവം. ഇതുണ്ടോ, ഈ നെറ്റ് കറങ്ങുമ്പോൾ ഇവിടെ നെറ്റുണ്ട്, ഈ നെറ്റ് കറങ്ങുമ്പോൾ ഈ ത്രെഡ് മുന്നോട്ട് വരും. ബേക്കിൽ നമ്മുടെ സെർവോ മോട്ടറാണ് വെച്ചിരിക്കുന്നത്. സെർവോ മോട്ടറിൻ്റെ ലോക്ക് എടുത്ത് കളഞ്ഞാൽ അത് കംപ്ലീറ്റ് റൊട്ടേറ്റ് ആവും, കറങ്ങിക്കോളും, അതാണ് സംഭവം. അപ്പം അതാണ് ഇവിടെയും താഴെ പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റെബിലൈസർ ഇവിടെയും വെച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ ഇത് കറങ്ങുമ്പം നമ്മളെ താഴേക്ക് താഴും, അപ്പോൾ വണ്ടി പൊന്തും. അത് കുറച്ചുകൂടി ഞാൻ വർക്ക് ചെയ്ത് കാണിച്ചു തരാം. പിന്നെ മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ വണ്ടി ഓടുന്നത് റണ്ണിങ്ങിനുള്ള അത് ഗിയർ സിസ്റ്റം നമ്മൾ വേറെ സെപ്പറേറ്റ് ചെയ്താണ് കാണിച്ചു തരാം. ഇതുണ്ടോ, ഇതാണ് സംഭവം. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ഡയറക്ഷൻ ചേഞ്ചിങ് അതും അല്ലാതെ തന്നെ നമ്മൾ ചെയ്തതാണ്. പിന്നെ ബേക്കിലത്തെ ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു ഹിറ്റാച്ചിൻ്റെ ഫ്രണ്ട്, അതായത് ബക്കറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഇതിലേക്ക് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ സിസ്റ്റം മൊത്തം അങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യും. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇതിൻ്റെ റിമോട്ട് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ റിമോട്ട്. ഇതും നമ്മൾ ഏകദേശം സെറ്റപ്പ് ആക്കിയതാണ്, അതാണ് ഈ കോലത്തിൽ ഇങ്ങനെ ഇരിക്കുന്നത്, നോക്കണ്ട. ഇപ്പം ഇതിനകത്ത് വണ്ടീൻ്റെ ഫ്രണ്ട്, ബാക്ക്, റൈറ്റ്, ലെഫ്റ്റ്, അപ്പുറത്തെ ഇത് നമ്മുടെ ബക്കറ്റിൻ്റെയൊക്കെയാണ് ബേക്കത്തെ. പിന്നെ ഇത് ഫ്രണ്ടത്തെ ബക്കറ്റ് പൊക്കാൻ, ഫ്രണ്ടത്തെ ബക്കറ്റ് താത്താൻ, പിന്നെ ഫ്രണ്ടത്തെ കംപ്ലീറ്റ് ആയിട്ട് പൊക്കാനുള്ളത്, അതും മറ്റേത് താത്താനുള്ളത്. പിന്നെ ഇതിൻ്റെ വർക്കിങ്ങിലേക്ക് വരുമ്പോൾ ഇതിനകത്ത് 3 ബാറ്ററിയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ഇവിടെ, അതായത് ബേക്കിലത്തെ ബക്കറ്റും കംപ്ലീറ്റ് കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. ബക്കറ്റും നമ്മുടെ ഈ സ്റ്റെബിലൈസറും വർക്ക് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഫ്രണ്ടത്തെ ബാറ്ററി. പിന്നെ നടുക്കൊരു ബാറ്ററി ഉണ്ട്. ആ ബാറ്ററി എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ടത്തെ ബക്കറ്റും കാര്യങ്ങൾ കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ ആണ് ആ ബാറ്ററി. പിന്നെ പുറകിൽ അടിയിലൊരെണ്ണമുണ്ട്. അങ്ങനെ ആ ബാറ്ററി എന്താണെന്ന് വെച്ചാൽ വണ്ടി റണ്ണിങ്ങുള്ള. അങ്ങനെ 3 ബാറ്ററിയാണ് വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അതിനകത്ത് ചെറിയൊരു ലൈറ്റിംഗ് സിസ്റ്റം ചെയ്തിട്ടുണ്ട്, ചെറുതായിട്ടൊക്കെ ഉള്ളൂ, എന്നാലും അത് റീലെടുക്കാൻ വേണ്ടി ജസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. ഇവിടെ ഒന്ന്, പിന്നെ അവിടെ 2 മേലെ 2, പിന്നെ ബേക്കിലും അപ്പുറം 2. ഇത് നമ്മൾ ജസ്റ്റ് ഒരു 9 വോൾട്ട് ബാറ്ററിയിലാണ് കൊടുത്തിരിക്കുന്നത്, അത് ജസ്റ്റ് കൊടുക്കുന്നേ ഉള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വർക്കിംഗ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിമോട്ടിനകത്ത്. ഇത് ഞെക്കുമ്പോൾ നോക്കിക്കോ, ഇത് ഞെക്കുമ്പോൾ നമ്മളെ ബക്കറ്റ് പൊന്തും. ഫ്രണ്ടത്തെ ബക്കറ്റ് കണ്ടോ, ഈ സെർവോ കറങ്ങുമ്പം ഈ ബക്കറ്റ് പൊന്തും. അതുപോലെ തന്നെ താത്തുമ്പം ബക്കറ്റ് താഴും. ഇനി പുറകോട്ട് വരുവാണെങ്കിൽ ബേക്കിൽ നമ്മുടെ സ്റ്റെബിലൈസർ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. അതായത് സ്റ്റെബിലൈസറിൻ്റെ ബട്ടൺ ഇതാണ്. ഇത് ഞെക്കുമ്പം പൊന്തും, അതായത് മേലേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അവിടെ പൊന്തും, താഴേക്ക് ഞെക്കിക്കഴിഞ്ഞാൽ അത് ഡൗൺ ആവും. അപ്പം നമ്മൾ വീല് കണ്ടോ, വീല് പൊങ്ങുന്നതാണ് കണ്ടോ, വീല് പൊങ്ങി, അതാണ് ആ സംഭവം. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്തെ ഈ ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ബീം കോരും. പിന്നെ അതുപോലെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡൗൺ ആവും, അതാണ് അതിൻ്റെ സിസ്റ്റം. പിന്നെ ഇത് നോക്കിക്കഴിഞ്ഞാൽ 2 സൈഡിലേക്കും നമ്മുടെ ബക്കറ്റും ബീമും കംപ്ലീറ്റ് തിരിയും, അതാണ് ഇതിൻ്റെ വർക്കിങ്. ഇനി ഗൈസ് വണ്ടി ഓടുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട് നിൽക്കുക, വണ്ടി ഫ്രണ്ടോട്ട്, ഇത് ബാക്കോട്ട്. പിന്നെ അതുപോലെ തന്നെ ഇത് നിൽക്കുക, വണ്ടി റൈറ്റ് തിരിയും, ലെഫ്റ്റ് തിരിയും. ഇത് നിൽക്കുക, റൈറ്റ് തിരിയും. റൈറ്റും ലെഫ്റ്റും. ഇങ്ങനെയാണ് വണ്ടി ഓടുന്ന സിസ്റ്റം. അപ്പം ശരിക്കും പറഞ്ഞാൽ ബേക്കിലത്തെ ബീമിനും ഇതേ ബട്ടൺസാണ് കൊടുത്തിരിക്കുന്നത്. സംഭവം എന്ന് വെച്ചാൽ 2 2-വേ സ്വിച്ച് വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിലേക്ക് കണക്ഷൻ വിടിയിക്കുന്നത്. അപ്പം വണ്ടി ഓടില്ല, അവിടെ സ്റ്റോപ്പായിരിക്കും. പിന്നെ വണ്ടി വർക്ക് ചെയ്ത് കഴിഞ്ഞ് പോകുമ്പം നമ്മുടെ ബീമെല്ലാം മടക്കി വെച്ച്
ആ സ്വിച്ച് ഓഫ് ചെയ്യും, എന്നിട്ട് ഇതിലേക്ക് കണക്ഷൻ കൊടുക്കും. അപ്പോഴാണ് വണ്ടി ഓടുന്നത്. അപ്പോൾ രണ്ട് ഇതിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ ഒറ്റ റിമോട്ടിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. പിന്നെ ഇതിൻ്റെ വീലൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫ്രണ്ടത്തെ വീല്, പിന്നെ ബാക്കിലത്തെ വീല് ഉണ്ടാക്കിയ വീലായിരുന്നു, മാറ്റിയതാണ്. ഇപ്പോൾ റെഡിമെയ്ഡ് പ്ലാസ്റ്റിക്കിൻ്റെ വീലാണ് വെച്ചിരിക്കുന്നത്. പിന്നെ കംപ്ലീറ്റും വണ്ടി ഫോം ഷീറ്റാണ്. പിന്നെ ബാക്കിലത്തെ ഈ ബീം മാത്രമേ പ്ലാസ്റ്റിക്കിലുള്ളൂ, ബാക്കിയെല്ലാം ഫോം ഷീറ്റാണ്. ടോട്ടൽ ഏകദേശം 12 മോട്ടറോളം വർക്ക് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. പിന്നെ റിസീവർ 3 ഉണ്ട്. അത്രയൊക്കെ ഉള്ളൂ വണ്ടി, വേറെ കാര്യമായിട്ടൊന്നുമില്ല. അതൊക്കെയാണ് മെയിനായിട്ട്. അപ്പോൾ കുറേ പേര് ചോദിച്ചു ഇതിനെപ്പറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അതാണ് ഇപ്പം ഈ വീഡിയോ ഇടാൻ കാരണം. അപ്പോൾ ഓക്കെ, അടുത്ത ഒരു വണ്ടിയുമായിട്ട് അടുത്ത വീഡിയോ കാണാം. മിക്കവാറും നോക്കട്ടെ, ഫോർച്യൂണറിനെ പറ്റി കുറേ പേര് ചോദിക്കുന്നുണ്ട്. അത് നെക്സ്റ്റ് ഇടാം.